إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له يعلم خائنة الأعين وما تخفي الصدور، فإنه لا يخفى عليه خافية. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ സ്നേഹ സമ്പന്നരായ ആദരണീയരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ, അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നാം തനിച്ചാകുന്ന രഹസ്യ ജീവിതത്തിൽ പാലിച്ചും പുലർത്തിയും ജീവിതം അർത്ഥവത്താക്കണമേ എന്ന് ആദ്യമായി ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയമുള്ളവരെ, ഒരു വേളയെങ്കിലും നമ്മൾ കേട്ടുപോയ ചില പദ്യശകലങ്ങൾ അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അഗ്റംറുൻ യൗമൻ ഗുലാമൻ ജാഹില ബിനുഖൂദിഹി ഹത്താ യനാല മിനൽ ബത്തർ. ഒരു ജാഹിലായ ഒരു വ്യക്തി, അയാൾ ഒരു കുട്ടിയെ സമീപിക്കുകയാണ്. നമ്മൾ മലയാളത്തിലോ അറബിയിലോ ഒക്കെ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒരു കുട്ടിയെ സമീപിച്ച് ഒരല്പം നാണയങ്ങൾ കൈവശം കൊടുത്ത് അവനോട് ആവശ്യപ്പെടുന്നത്, ഖാലത്തിനി ബിഫുആദി ഉമ്മിക യാ ഫതാ, ഏ ചെറുപ്പക്കാരായ കുട്ടി, നീ പോയിട്ട് നിന്റെ ഉമ്മാന്റെ ഹൃദയം പറിച്ചു കൊണ്ടുവാ. കുട്ടി, നിന്റെ ഉമ്മാന്റെ ഹൃദയം നീ പറിച്ചു കൊണ്ടുവാ. അങ്ങനെ കൊണ്ടുവന്നാൽ മുത്തും പവിഴവും എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സമ്പാദ്യവും ഞാൻ നിനക്ക് തരാം. നിനക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ഞാൻ തരാം. നീ ചെയ്തു തരേണ്ടത് ആ ഉമ്മയുടെ ഹൃദയം പറിച്ചെടുത്ത് കൊണ്ടുവരണം. ഈ വാക്ക് കേട്ട് വഞ്ചിക്കപ്പെട്ട ഈ കുട്ടി ഒരു കടാരയുമായി കൊണ്ട് ആ ഉമ്മയുടെ ഹൃദയം പിളർന്നു.
വൽഖൽബു അഖ്റജഹു വആദ അലൽ അസർ. ഉമ്മാന്റെ ഹൃദയം നെഞ്ചു പിളർന്ന് ആ ഹൃദയം ആ കുട്ടി കൈക്കലാക്കി പുറത്തെടുത്തു. ലാകിന്നഹു, പക്ഷേ മിൻ ഫർതി ദഹ്ശതി ഹവ, ആ കുട്ടിയുടെ ആ ഒരു വേഗത കൊണ്ട്, ഇത് വേഗം അയാളെ ഏൽപ്പിച്ച് പൈസ കൈപ്പറ്റണം എന്നുള്ള ധൃതിയാൽ ഫതദഹ്റജൽ ഖൽബുൽ മുഅഫിറു ഇദ് അസർ, പെട്ടെന്ന് ഓടി പിടിച്ച് ചെയ്ത സമയത്ത് കാല് തെറ്റി മറിഞ്ഞു വീണു, ഉരുണ്ടു വീണു. നാദാഹു ഖൽബുൽ ഉമ്മി, ഇത് മുതലാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. നാദാഹു ഖൽബുൽ ഉമ്മി, വീണപ്പോ ആ ഹൃദയം കുറച്ച് അപ്പുറത്തേക്ക് തെറിച്ചു വീണു. ആ ഉമ്മാന്റെ ഹൃദയം ഉറക്കെ വിളിച്ചു, വലദീ ഹബീബി, എന്റെ പൊന്നാര മോനെ. ആ ഉമ്മയുടെ ജീവൻ അപായപ്പെടുത്തി പുറത്തെടുത്തു കൊണ്ടുവന്ന ഹൃദയം ആ മകന് നൊന്തപ്പോൾ, വലദീ ഹബീബി, പൊന്നാര മോനെ, ഹൽ അസാബക മിൻ ദറർ, മോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള ഒരു മാതൃഹൃദയത്തിന്റെ ഉൾവിളി പുറത്തു വരാം. മോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ മോനെ. അഥവാ അത്രത്തോളം ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിട്ടും ആ ഉമ്മയെ വഞ്ചിച്ചിട്ടും ഹൃദയം പുറത്തെടുത്തിട്ടും ആ ഉമ്മയുടെ ഉൾവിളി, മോനെ എന്തെങ്കിലും പറ്റിയോ മോനെ. പ്രിയമുള്ളവരെ, ഏതൊരു മാതാവിൻ്റെയും ഏതൊരു പിതാവിൻ്റെയും മനസ്സ് ഈ രൂപത്തിലായിരിക്കുമെന്ന് നമുക്കൊക്കെ അറിയാലോ. فكأن هذا الصوت رغم حنوه غضب السماء به على الولد الحمير. ഈ ചെയ്തിയാൽ ആകാശ ലോകങ്ങൾ വരെ പ്രകോപിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആ ഉമ്മയുടെ സ്വരം അപ്പോഴും ആ മകനോട് താഴ്ന്നിട്ടാണ്, വളരെ നേർത്ത രൂപത്തിലാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ കവിത അങ്ങനെ നീണ്ടുപോവാണ് എങ്കിലും ഞാൻ സൂചിപ്പിച്ചു വന്നത് മാതൃഹൃദയം, അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഹൃദയം മക്കളുടെ വിഷയത്തിൽ ഈ രൂപത്തിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉവൈസ് ഇബ്നു ആമിർ എന്ന ഒരു താബിയെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടിട്ടില്ല, പക്ഷേ കാണാത്ത ഉവൈസിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി മുഖാന്തരം തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുക. പ്രിയമുള്ളവരെ, ആ ഒരു പവിത്രതയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന ഖൈറത്ത താബിഈൻ, റസൂലുള്ളാഹി പറയാം, നിങ്ങൾക്ക് ശേഷം, എനിക്ക് ശേഷം നിങ്ങളെ കണ്ട് വരുന്ന ആളുകളാണല്ലോ താബിഈങ്ങൾ. ആ താബിഈങ്ങളിൽ ഏറ്റവും ഖൈറായ ഉന്നതനായ ഒരു വ്യക്തിയുണ്ട്. അയാളെല്ലാവരും ഉവൈസ് ഇബ്നു ആമിർ എന്നാണ് വിളിക്കുക. വലഹു വാലിദത്തുൻ ഹുവ ബിർറുൻ ലഹാ, ശ്രദ്ധിക്കണം, അവർക്കൊരു ഉമ്മണ്ട്. ഈ ഉവൈസിനൊരു ഉമ്മണ്ട്. ആ ഉമ്മയുടെ വിഷയത്തിൽ ഇവർ വളരെ ശ്രദ്ധയിലാണ്. എല്ലാ നിലക്കുള്ള നന്മയും ആ ഉമ്മക്ക് വേണ്ടിയിട്ട് ഈ മോന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ വ്യക്തി ഈ ഒരു ചെയ്തി കാരണത്താൽ, ഉമ്മയോട് ഇത്രത്തോളം നല്ല നിലയിൽ നിൽക്കുന്നു എന്ന കാരണത്താൽ, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അദ്ദേഹം എങ്ങാനും അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്താൽ അത് നടക്കുന്ന, അഥവാ അള്ളാഹുവിനോട് ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അത് പെട്ടെന്ന് നടക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബത്തിന് ഒന്നാകെ ഉപദേശം കൊടുക്കുക. നമ്മൾ ആലോചിക്കണം, സ്വഹാബാക്കൾ ആരാ? അത്രയും ഉന്നതിയിലുള്ളവരാ. എല്ലാ സ്വഹാബാക്കളും സ്വർഗത്തിലാണ് എന്നാണ് നമ്മുടെ വിശ്വാസം, അഹ്ലു സുന്നയുടെ വിശ്വാസം. ആ സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അദ്ദേഹത്തെ എങ്ങാനും നിങ്ങൾ കണ്ടാൽ ഫൽയസ്തഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടണം. അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ അദ്ദേഹത്തോട് നിങ്ങൾ തേടണം. അഥവാ അയാളെ കണ്ടാൽ, ആ സ്വഹാബിനെ, ആ താബിയെ കണ്ടാൽ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയണമെന്ന്. അഥവാ അത്രത്തോളം സ്ഥാനം ദീന്
അള്ളാഹു നൽകി അനുഗ്രഹിച്ചു. കാരണം എന്താ അറിയോ? വലഹ വാലിദത്തുൻ, അവർക്കൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മനോട് നല്ല രീതിയിൽ പെരുമാറി മരണം വരെ കൊണ്ടു നടന്നു. അതാണ് കാരണം. പ്രിയമുള്ളവരെ, ആ ഉമ്മയുടെയും ഉപ്പയുടെയും പവിത്രത അറിയാത്തവരല്ല നമ്മൾ. പക്ഷേ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ എത്തുന്ന സമയത്ത്, നമ്മുടെ മനസ്സിന്റെ വ്യത്യസ്ത താളങ്ങൾ എത്തുന്ന സമയത്ത് അവരെ നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ അന്തരീക്ഷങ്ങൾ മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ മാനസികാവസ്ഥ മാറുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു പരിഗണന നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത് ദുനിയാവ് കൊണ്ട് തീരുന്ന ഒന്നല്ല, നമ്മളെ പരലോകത്തേക്ക് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർന്നില്ല, ഈ ഒരു കാര്യം സ്വഹാബാക്കളെ മനസ്സിലുണ്ട്. പിറ്റത്തെ ഹജ്ജ് സീസണിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് എല്ലാവരും വന്ന്, ആ കൂട്ടത്തില് ഇദ്ദേഹം ഉണ്ട്. ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഉമർ ഇബ്നു ഖത്താബും അലി റളിയല്ലാഹു അൻഹും ധൃതിപ്പെട്ടു പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ ഹൽ അൻത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളാണോ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന വ്യക്തി? അതേന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു പോവാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഈ നിലക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തുള്ള വമ്പിച്ച പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അബൂ ബുർദൽ അസ്ലമി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ചരിത്രം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം നമുക്ക് ഒരുപാട് കേട്ട ചരിത്രമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് നമ്മളൊന്ന് ഓർക്കണം. അബൂ ബുർദൽ അസ്ലമി. അദ്ദേഹമാണ് നമ്മൾ ഒരുപാട് കേട്ട കഥകളിൽ ഉമ്മയെ തോളിലേറ്റി വന്ന വ്യക്തി. നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഉമ്മയെ തോളിലേറ്റി വന്ന വ്യക്തി ഇദ്ദേഹമാണ്, അബൂ ബുർദൽ അസ്ലമി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഇബ്നു ഉമർ താബിയാണ്. ഇദ്ദേഹം സഹാബിയായ ഇബ്നു ഉമർ അവിടെ നിൽക്കുമ്പോൾ തോളിലേറ്റി ഉമ്മാനേറ്റ് തവാഫ് ചെയ്തു. എന്നിട്ട് ഇബ്നു ഉമറിന്റെ അടുത്ത് പോയി ചോദിക്കാണ്, ഹൽ ജാസിതുഹ, എനിക്ക് ഉമ്മാനോടുള്ള കടപ്പാട് തീരാൻ ഇത് മതിയാവോ? ആ കടപ്പാട് തീരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ ഉമ്മാനോടുള്ള കടപ്പാട് തീരാൻ ഇത് മതിയാവോ ഇബ്നു ഉമർ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് കൊടുത്ത പ്രസക്തമായ മറുപടി, പ്രിയമുള്ളവരെ, ലാ വലൗ ബിസഫ്രത്തിൻ വാഹിദ, ആ ഉമ്മയുടെ പ്രസവ വേദനയിൽ ഞെരുങ്ങുന്ന ഒരു ഞരക്കമുണ്ടല്ലോ, അതിനു പോലും സമാനമാവില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ എന്തെങ്കിലും കണ്ട് ചെയ്യുമ്പോൾ എന്തോ ആയി നമുക്ക് തോന്നരുത്. അവരുടെ മരണം വരെയും മരണത്തിന് ശേഷവും നമ്മുടെ അന്ത്യശ്വാസം വരെയും എന്താണോ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് ചെയ്യണം. എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു എന്നത് എവിടെ എത്തുന്നില്ല. നമ്മുടെ മരണം വരെ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ മാതാപിതാക്കളെ കാണുവാനും പരിഗണിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഏറെ പ്രസക്തമായ ഒരു ഭാഗം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്, നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ആളാണ്. അദ്ദേഹം ഒരിക്കൽ ഉമ്മ മരിച്ചപ്പോ ഇരുന്ന് കരയാണ്. സ്വാഭാവികമാണ്. അദ്ദേഹം കരച്ചിൽ വല്ലാണ്ട് തുടർന്നപ്പോ അടുത്തുള്ള ആളുകൾ പോയി ചോദിച്ചു, എന്തിനാണ് ഇബ്നുൽ മുബാറക് ഇങ്ങനെ കരയുന്നത്? ഒരു സ്വാഭാവികമായ കരച്ചിലൊക്കെ അറിയാം, പക്ഷെ അതിൽ നിന്നും വിട്ടപ്പോ ആളുകൾ പോയി ചോദിച്ചു. അപ്പൊ അദ്ദേഹം മറുപടി പറയാണ്, ഇന്നി ലാ അലം, എനിക്കറിയാം, അന്നൽ മൗത ഹഖ്ഖുൻ, മരിക്കും. ഒരാൾ ജനിച്ചാൽ എന്തായാലും മരിക്കും. അത് ഉപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, ഞാനാകട്ടെ, മക്കളാകട്ടെ, മരിക്കും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ വലാകിൻ കാന ലീ ബാബാൻ, ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, അദ്ദേഹം പറയാണ്, എന്നെ കരയിപ്പിച്ച കാരണം എനിക്ക് ഇതുവരെ ഇന്ന് വരെ ദുനിയാവിൽ 2 വാതിലുകൾ ഉണ്ടായിരുന്നു. എന്തിന്? സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കയറി ചെല്ലാൻ പാകത്തിനുള്ള 2 വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മുന്നിൽ തുറന്നിട്ടിരുന്നു. പക്ഷേ ഫഅഗ്ലക അഹദുഹുമാ, ഇന്നേ ദിവസം അതിലൊന്ന് അടക്കപ്പെട്ടല്ലോ എന്നുള്ള വിഷമം കൊണ്ടാ കരയുന്നതെന്നാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ,
അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഏറെ സുവർണ കാലഘട്ടമാണ്. കാരണം ദുനിയാവിലാണെങ്കിലും പരലോകത്താണെങ്കിലും നമുക്ക് ഉന്നതികൾ കരസ്ഥമാക്കാൻ, നമുക്ക് ഉയർച്ചകളിലേക്ക് എത്താൻ ഈ രണ്ട് വാതിലുകൾ നിർബന്ധമാണ്. അവരെ വെറുപ്പിച്ചുകൊണ്ട്, അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. ഇവിടെയാണെങ്കിലും പരലോകത്താണെങ്കിലും ഇവിടെയുള്ളതൊന്നും ശാശ്വതമായിരിക്കില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നിലക്ക് അവരെ മനസ്സിലാക്കിക്കൊണ്ട്, അവരെ അറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരലോകവും ദുനിയാവും കൈപ്പിടിയിലൊതുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിർ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ ഇലക്ഷന്റെ ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊക്കെ അറിയാം. ഈ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വശങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ലല്ലോ മിമ്പർ എന്നുള്ളത്. എങ്കിലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരൊറ്റ കാര്യം അത് മാത്രം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, ഒരു വിശ്വാസിയുടെ ജീവിതം, ദുനിയാവിൽ അള്ളാഹു തന്നിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റഅത്തുൽ ലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ തന്നിട്ടുള്ളത്. അവിടേക്കുള്ള കാര്യങ്ങൾ സമ്പാദിക്കാൻ ദുനിയാവിൽ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും തരുമ്പോൾ അത് അവൻ അവിടേക്കുള്ളതാക്കി മാറ്റി വെക്കുന്നോ, അഥവാ നന്ദി ചെയ്യുന്നോ നന്ദികേട് കാണിക്കുന്നോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു അവസരമായിക്കൊണ്ട് ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തരുമ്പോൾ ആ പരീക്ഷണങ്ങൾ വിജയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് മുഖേന പരലോകത്തേക്ക് എന്തെങ്കിലും സമ്പാദിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയം പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇലക്ഷനും രാഷ്ട്രീയവും അതോടൊപ്പം നമ്മുടെ ദീനും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയവും ഇലക്ഷനും അതൊന്നും മതത്തിന്റെ പുറത്തുള്ളതല്ല. അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഒരു പരിധി വരെ. ഞാൻ പറയുമ്പോൾ ഈ ഒരു സമയത്തും നമ്മുടെ ദീനിനെ നമ്മൾ മാറ്റി നിർത്തരുത്. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറയാണ്, അഫലാ ഉഖ്ബിറുക്കും, ഏറെ ഗൗരവത്തോടു കൂടെ പറയാട്ട, സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, സ്വഹാബ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ബിശിറാരിക്കും, നിങ്ങളുടെ മനുഷ്യകുലത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളെ കുറിച്ച്, ഏറ്റവും തോന്നിവാസികൾ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു പ്രയോഗം പ്രയോഗിക്കുമ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, സഹാബാക്കൾ പറഞ്ഞു, അതേ റസൂലെ നിങ്ങൾ പറഞ്ഞുതരും. അപ്പൊ അദ്ദേഹം പറയാണ്, റസൂലുള്ള പറയാണ്, അൽ മശ്ശഊന ബിൻ നമീമ, ആൾക്കാരെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന മനുഷ്യന്മാര്, ആളുകളുടെ കുറ്റവും കുറവും അവിടെ ഇവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന മനുഷ്യന്മാർ, അവര് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഷെറായ തോന്നിവാസികളായ ആളുകളാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ പറഞ്ഞു, അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, രണ്ട് വ്യക്തികൾക്കിടയിൽ, ഇഷ്ടപ്പെട്ട ആളുകൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, അയൽക്കാർക്കിടയിൽ, കുടുംബക്കാർക്കിടയിൽ അതും ഇതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ, ഇവര് ദുനിയാവിൽ തന്നെ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാന്ന് പറയുമ്പോൾ ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ഈ രണ്ടു കൂട്ടത്തിലും നമ്മൾ പെട്ടുപോകരുത്. ഇലക്ഷൻ അതിന്റെ ചൂടായിട്ട് അങ്ങനെ പോട്ട്, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം, യാതൊരു തടസ്സമില്ല. പക്ഷേ ഈ ഒരു വിഷയം ആളുകളെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ച് വെറുതെ കുറ്റം പറഞ്ഞ്, വെറുതെ കുറ്റവും കുറവും പറഞ്ഞ് നമ്മളെ പരലോകം നമ്മൾ കളയരുത്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകൾക്കിടയിൽ അതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനും നിൽക്കരുത്. ഇസ്ലാമിന്റെ നിലപാടാണ്. എന്തെന്നെ രാഷ്ട്രീയമാണെങ്കിലും ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ പരലോകം മുന്നിൽ കണ്ടുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം
ഏത് സമയത്താണെങ്കിലും, ഇലക്ഷൻ ആണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും ഹലാലായ ഉദ്ദേശങ്ങളും എത്രയും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് എളുപ്പം കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് അത് എത്രയും പെട്ടെന്ന് വീട്ടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ, നമ്മെ വേർപെട്ട് പിരിഞ്ഞുപോയ നമ്മുടെ ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് ആഫിയത്തോടുകൂടെയുള്ള, അല്ലാഹുവിനെ അനുസരിച്ചു കൊണ്ടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കുള്ള അപകടങ്ങളിൽ നിന്നും, മാറാ രോഗങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم. رب ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آل محمد. أقم الصلاة.